എന്നും ഒരു യുദ്ധമാണ്, യുദ്ധപ്രതീതിയാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക്. ഏഷ്യാ കപ്പിലും മറിച്ചൊന്നും ആരും, ലോകവും ക്രിക്കറ്റ് ആരാധകരും ആരും പ്രതീക്ഷിച്ചതല്ല. ഇതാ എല്ലാ മത്സരങ്ങളിലും പരാജയപ്പെടുത്തിക്കൊണ്ട് ഏഷ്യാ കപ്പ് ഇന്ത്യ ഉയർത്തുമ്പോൾ പക്ഷേ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഏഷ്യാകപ്പിൽ ആവേശകരമായ വിജയം നമ്മൾ നേടുമ്പോഴും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അത്തരം ചർച്ചകൾ തുടരുകയാണ്. ട്രോഫി ഏറ്റുവാക്കാൻ കഴിയാത്തതിന്റെ നിരാശ ക്രിക്കറ്റ് ആരാധകർക്കുണ്ട്, ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കുണ്ട്. അതേസമയം തന്നെ അത് അനിവാര്യമായ ഒരു ഇടപെടലാണ്, തീരുമാനമാണ്. ഇത്തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുന്നു. ഈ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. റിജിൽ രാജ് നമ്മുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേർന്നുണ്ട്, ഒപ്പം ജ്യോതിഷും നമുക്കൊപ്പം ചേർന്നുണ്ട്. ആദ്യം റിജിലെ, ഈ മത്സരശേഷമുള്ള വലിയ ആവേശത്തിന്റെ ഘട്ടമാണ്. പക്ഷേ ട്രോഫിയൊക്കെ ഉയർത്തി ഒന്നുകൂടി പാകിസ്ഥാനെ തകർത്തതിന്റെ ആവേശം പ്രകടിപ്പിക്കേണ്ടതായിരുന്നു എന്ന ചർച്ചകൾ നടന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ ക്രിക്കറ്റിനൊരു ചിട്ടവട്ടമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രതികരണങ്ങൾ, വിവാദങ്ങൾ? രതീഷ്, നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ ഏത് ഘട്ടം വരുമ്പോഴും അത് കളത്തിന് പുറത്തും വലിയ ചർച്ചയാകാറുണ്ട് എല്ലാ കാലത്തും. ഇപ്പോൾ 2003 ലോകകപ്പൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ ഘട്ടത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഇക്കുറി നടന്നത് അസാധാരണമായ സംഭവങ്ങളാണ്. ഇന്ത്യ തുടക്കത്തിൽ തന്നെ നയം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ ടൂർണമെൻറ്റിൽ. അതായത് ടോസ് ഇടാൻ വരുമ്പോൾ തന്നെയും ഇരു ക്യാപ്റ്റന്മാരും ഹസ്തദാനം ചെയ്യുന്നു. ടോസിന് ശേഷവും ഹസ്തദാനം നൽകി പിരിയാറാണ് പതിവ്. പക്ഷേ പാകിസ്ഥാനുമായിട്ടുള്ള ആദ്യ മത്സരത്തിൽ തുടങ്ങി പിന്നീട് ഒരു ഘട്ടത്തിൽ, അതായത് 3 മത്സരങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും കളിച്ചിട്ടുള്ളത്, ഫൈനൽ ഉൾപ്പെടെ. പക്ഷേ ഒരു മത്സരത്തിലും ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കണ്ടതേയില്ല. അങ്ങനെ ഒരു സൗഹൃദ അന്തരീക്ഷമില്ല. നമ്മുടെ പരസ്യമായ രാജ്യത്തിന്റെ നിലപാട്. തീർച്ചയായും ആദ്യത്തെ മത്സരത്തിന് ശേഷം തന്നെ സൂര്യകുമാർ യാദവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഈ മത്സരത്തിലെ ഇന്ത്യയുടെ വിജയം സമ്മാനിക്കുന്നത് ഇന്ത്യയുടെ സൈനികർക്കാണ് എന്നാണ് പറഞ്ഞത്. അതായത് സാധാരണ ക്രിക്കറ്റിന് പുറത്തേക്ക് അത്തരം ചർച്ചകൾ പോകാതെ നോക്കുന്നത് ക്യാപ്റ്റന്മാരായിരുന്നു. പക്ഷേ ഈ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നിലപാട് വ്യക്തമാക്കുന്നു. ICC ഇതിൽ ഇടപെടുന്നു. മാച്ച് ഫീയുടെ അദ്ദേഹത്തിൻ്റെ താരത്തിൻ്റെ മാച്ച് ഫീയിൽ നിന്ന് ഒരു വലിയ നിശ്ചിത ശതമാനം ഈടാക്കുന്ന ഘട്ടം വരെ കാര്യങ്ങളെത്തി. ഇന്നലെയും സമാനമായിരുന്നു സ്ഥിതി. ഇന്നലെ കുറെ കൂടി അസാധാരണമായിരുന്നു. കാരണം ടോസ് ഇടാൻ വരുമ്പോൾ തന്നെ പാകിസ്ഥാൻ പറയുന്നു, ഞങ്ങൾ രവിശാസ്ത്രിയുമായിട്ട് സംസാരത്തിനില്ല, ഞങ്ങൾക്ക് മറ്റൊരാളെ കൂടി സംസാരിക്കാൻ വേണം. അങ്ങനെയാണ് അവരുടെ ഒരു പേസ് ബൗളറായിട്ടുള്ള മുൻകാല താരത്തെ തന്നെ വക്കാർ യൂനിസിനെ, അതെ തീർച്ചയായിട്ടും, അപ്പോൾ അവർ വക്കാർ യൂനിസിനെ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റൊരു താരത്തെ, മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ താരത്തെ കൊണ്ടുവന്നാൽ ഞങ്ങൾ സഹകരിക്കാം എന്ന രീതിയിൽ പറയുന്നു. ഇതേ തൊട്ട് മുൻപത്തെ ദിവസവും നമ്മളത് കണ്ടു. കാരണം മത്സരത്തിൻ്റെ ട്രോഫി പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ ഒരു ഫോട്ടോഷൂട്ട് എല്ലാ കാലത്തും നടക്കാറുണ്ട്. അത്തരമൊരു ഫോട്ടോഷൂട്ടുമായും ഇന്ത്യ സഹകരിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഇന്നലെ മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നഖ്വിയിൽ നിന്ന്, അതായത് നഖ്വി പാകിസ്ഥാൻ മന്ത്രിയാണ്, PCBയുടെ ചെയർമാനാണ്, ACCയുടെ ചെയർമാനാണ്, അദ്ദേഹത്തിൽ നിന്ന് ഒരു ഘട്ടത്തിലും ട്രോഫി സ്വീകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഇന്ത്യ എത്തിയിരുന്നു എന്ന സൂചനകൾ മത്സരത്തിന് മുൻപേ തന്നെ ഉണ്ടായിരുന്നു. മത്സരശേഷവും നമ്മൾ കണ്ടത് അതാണ്. കാരണം സാധാരണയായി പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ സെറമണി 1 മണിക്കൂറിനുള്ളിൽ തന്നെ നടക്കേണ്ടതാണ്. പക്ഷേ ഇന്നലെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ആണ് താരങ്ങൾ പവലിയനിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ തന്നെയും താരങ്ങൾക്കുള്ള വ്യക്തിഗത പുരസ്കാരങ്ങൾ മാത്രം സ്വീകരിക്കാം. അത് സ്പോൺസർമാരാണെന്ന് നമ്മുടെ ഒരു നിലപാട് അതാണ്. അത് നമ്മൾ വളരെ കൺസിസ്റ്റന്റ് സ്ഥിരതയോടുകൂടി തന്നെ ഈ ടൂർണമെന്റിലാകെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പോയില്ല. നീ അന്താരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷന്റെ നിലപാട് ഏത് തരത്തിലായിരിക്കും? ഈ കളികളുമായി ഇനി വരാൻ പോകുന്ന ടൂർണമെന്റുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പുനരാലോചനകൾക്കുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടി സ്വഭാവത്തിൽ ഇടപെടലുകൾക്ക് സാധ്യതയുണ്ടോ? നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലൊന്ന് ഇന്ത്യ പരാതി അറിയിക്കും അടുത്ത ICC യോഗത്തിൽ. അതായത് നമ്മൾ ഈ അല്പസമയം മുൻപാണ് നഖ്വി ഈ ട്രോഫിയുമായി നേരെ പോയത് ഹോട്ടലിലേക്കാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. BCCI ഇത് പരാതിയായി ഉന്നയിക്കും. ICC യോഗത്തിലും ACCയെയും, അതായത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെയും തങ്ങളുടെ പരാതി ഉന്നയിക്കും. തങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഈ 2 രാജ്യങ്ങളുമായി ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും ഒരു ക്രിക്കറ്റ് രാജ്യത്തിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ഏതെങ്കിലും മുൻകാല താരങ്ങളിൽ നിന്ന് തങ്ങൾ ഈ ട്രോഫി സ്വീകരിക്കാൻ സന്നദ്ധമാണ് എന്നാണ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. അതായത് പാകിസ്ഥാനെതിരെ നമ്മളെടുത്ത സ്റ്റാൻഡ് അതിൽ ഉറച്ചു നിൽക്കുന്നു. പരാതിയുമായി നമ്മൾ അടുത്ത വേദിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അതാണ് നമ്മുടെ ആകെ നിലപാട്. ജ്യോതിഷ, ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ എങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട്? കളിയാവേശമാണ് സാധാരണ ഏഷ്യ കപ്പ് പോലെ ടൂർണമെന്റ്. അതിനപ്പുറത്ത് 3 മത്സരത്തിലും തകർത്ത് പാകിസ്ഥാനെതിരെ ജയം നേടി പാകിസ്ഥാനെ ഫൈനലിൽ വീഴ്ത്തിയ ഒരു ഏഷ്യ കപ്പ്. അതിന് ഇരട്ടി മധുരത്തിന് അപ്പുറത്തെ മധുരമുണ്ട്. അതിപ്പോൾ പക്ഷേ ഈ വിവാദങ്ങൾക്കിടയിൽ എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ കളിക്കാരുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരുന്നത്? തീർച്ചയായിട്ടും വിവാദങ്ങൾ ഒരു പക്ഷത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കളി പ്രേമികൾക്ക്, ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. കാരണം വിവാദങ്ങൾ നടക്കട്ടെ, പക്ഷേ കളി ആവേശത്തിൽ തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ മുഴുവനുള്ളത്. ഇന്നലത്തെ കളി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇന്ത്യക്ക് ടോസ് നേടി ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുന്നു. ആദ്യം ഫർഹാൻ്റെ ഒരു ഇന്നിങ്സ്, അത് ഭയങ്കര ഒരു ഇന്നിങ്സ് ആയിരുന്നു. ആദ്യം ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഒന്ന് ഭയന്നു. ഗംഭീരമായ
ഗംഭീരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് ഫർഹാൻ്റെ സൈഡിൽ നിന്നുണ്ടായി. ഫക്കർ സമ്മാനും ഒപ്പം തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് വന്ന ഇന്ത്യൻ ബൗളിംഗ് നിര, ഇന്ത്യയുടെ ഒരു സ്പിന്നർമാരുടെ ഒരു കരുത്ത് അത് എടുത്തു പറയേണ്ടതിനായിരുന്നു. അവിടെയാണ് ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നത്. ആദ്യത്തെ ഒരു 10 ഓവർ വരെയൊക്കെ ഇനി എന്ത് സംഭവിക്കും എന്നൊരു തോന്നലായിരുന്നു. അതെ, പിന്നീട് കുൽദീപ് യാദവിന്റെയും വരുൺ ചക്രവർത്തിയുടെയും അക്സർ പട്ടേലിന്റെ ഒരു പ്രകടനം, അതായത് ഇന്ത്യൻ സ്പിൻ നിര കൃത്യമായിട്ടൊരു ബൗളറിഞ്ഞു കൃത്യമായിട്ട് വിക്കറ്റുകൾ നിരന്തരമായിട്ട് വീഴ്ത്തി ഏകദേശം ഒരു 146 റൺസിന് പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് അവസാനിപ്പിക്കാൻ സാധിച്ചു. പിന്നീട് രണ്ടാമത് ബാറ്റിങ്ങിന് ഇറങ്ങിയ സമയത്ത് അതിനിടയ്ക്ക് സഞ്ജു വി സാംസൺ ഗംഭീര 2 ക്യാച്ചുകളും സഞ്ജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതും എടുത്തു പറയേണ്ടത്. അതെ, സൽമാന്റെ ക്യാച്ചായിരുന്നു ഒരെണ്ണം എടുത്തിരുന്നത്. അത് 2 ക്യാച്ചുകൾ, മനോഹരമായ 2 ക്യാച്ചുകൾ സഞ്ജുവിന്റെ സൈഡിൽ നിന്നുണ്ടായി. പിന്നീട് ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങിയ സമയത്ത് ആദ്യം തന്നെ ഏറെ പ്രതീക്ഷയോടെ ഇന്ത്യ പ്രതീക്ഷ അർപ്പിച്ച താരം അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടത്. അതെ, പെട്ടെന്നൊരു ഇന്ത്യൻ ഒരു ഷോക്കായി പോയി ഇന്ത്യൻ പവലിയനിൽ മൊത്തം. പിന്നീട് അങ്ങോട്ട് വന്ന സഞ്ജു സാംസണും തിലക് വർമ്മയും കൂടെ ഉള്ള ഒരു കൂട്ടുകെട്ട്, പിന്നീട് അതിനുശേഷം ശിവം ദുബെയുടെയും തിലക് വർമ്മയുടെയും കൂട്ടുകെട്ട്, ഇതായിരുന്നു കളിയുടെ ഏറ്റവും നിർണായകമായ ഏറ്റവും മർമ്മപ്രധാനമായിട്ടൊരു ഭാഗം. ആ ഒരു 2 പാർട്ണർഷിപ്പ് കൃത്യം അവസരജോതമായിട്ട് തന്നെ ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് ആ പ്രഷർ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കൃത്യമായി മനസ്സിലാക്കി സഞ്ജു സാംസൺ, തിലക് വർമ്മ, ശിവം ദുബെ, ഈ 3 താരങ്ങളുടെയും ഒരു പാർട്ണർഷിപ്പ് കോമ്പിനേഷൻ കൃത്യമായിട്ട് ഇന്ത്യക്ക് ഇതിനു മുമ്പ് പല സൈഡിൽ നിന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ മിഡിൽ ഓർഡർ അത്ര സ്ട്രോങ് അല്ല, മിഡിൽ ഓർഡർ ഉയർന്നില്ല, ടോപ്പ് ഓർഡറിൽ മാത്രമാണ് സ്കോറിംഗ് കൂടുതലായിട്ടുണ്ടാവുന്നതെന്ന്. പക്ഷേ അത് ഇന്നലെ ശ്രീലങ്കയായിട്ടുള്ള കളിയിൽ അത് മാറ്റി തിരുത്തിയിരുന്നു. ഈ കഴിഞ്ഞ ഫൈനലിൽ സംഭവിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും അതിലൊരു വലിയ തിരിച്ചുവരവ് തന്നെ ഇന്ത്യൻ മധ്യനിരയുടെ ഭാഗത്തു നിന്നുണ്ടായി. കൃത്യമായിട്ട് ശിവം ദുബെ, സഞ്ജു സാംസൺ, തിലക് വർമ്മ, ഈ 3 താരങ്ങളുടെയും ഒരു പ്രകടനം സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കി തന്നെ അവർ ക്രീസിൽ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ പെരുമാറി. അത് ഇന്ത്യക്ക് അവസാനം വരെ ഗുണം ചെയ്തു. അവസാനം വിക്കറ്റ് നഷ്ടപ്പെട്ട് ശിവം ദുബെ പോയെങ്കിലും റിങ്കു സിംഗിന് അവസാനം ഒരു കളിയിൽ ഇതേവരെ ഇറങ്ങാത്ത റിങ്കു സിംഗിന് അവസാന ഫൈനൽ മാച്ചിൽ ഇറങ്ങിയ ഒറ്റ ബോളെ ഫേസ് ചെയ്യേണ്ട വന്നാൽ ആ ബോൾ അടിച്ച് ജയിപ്പിക്കാനുള്ളൊരു അവസരം റിങ്കു സിംഗിന് ലഭിച്ചു. ഏതായാലും വളരെ സംഭവബഹുലമായൊരു പരമ്പരയാണ്. സംഭവബഹുലം എന്നത് ക്രിക്കറ്റ് എന്നതുകൊണ്ട് മാത്രമല്ല, അതിൽ വലിയ രാഷ്ട്രീയമുണ്ടായിരുന്നു. പാകിസ്ഥാനെതിരായ നമ്മുടെ നിലപാടിൻ്റെ പ്രകടനമുണ്ടായിരുന്നു. ഇനി പാകിസ്ഥാനെതിരെ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ കൂടുതൽ പരാതികളിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. അങ്ങനെ ഏഷ്യ കപ്പിൽ സംഭവ ബഹുലമായിരുന്നു. അത് സൈനികർക്കുള്ള ആദരം എന്ന നിലയിൽ ആ വിജയത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആകെ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ഏഷ്യ കപ്പിലെ കിരീട നേട്ടം അത് വലിയ നേട്ടമായി ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ, അത് രാഷ്ട്രീയമായി കൂട്ടി ഉയർത്തിക്കാട്ടാൻ കഴിയുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്. ടീം ഇന്ത്യക്ക് എന്നതും വളരെ പ്രധാനമാണ്.